ശിശുദിനാചരണം നടത്തി. KG സെക്ഷന്റെ ചുമതല വഹിക്കുന്ന സിസ്റ്റർ എൽസി ശിശുദിന സന്ദേശം നൽകുകയുണ്ടായി. നാം കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുന്നുവോ അതായിരിക്കും നാളത്തെ നമ്മുടെ രാജ്യം എന്ന നെഹ്റുവിന്റെ സന്ദേശത്തെ സിസ്റ്റർ ഓർമ്മപ്പെടുത്തി. കുട്ടികളുടെ അവകാശത്തെപ്പറ്റി സംസാരിച്ച സിസ്റ്റർ അവർ ഈ കാലഘട്ടത്തിൽ നേരിടുന്ന അരക്ഷിതാവസ്ഥയെയും ആകുലതകളെയും പറ്റി പ്രകടിപ്പിച്ചു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. നവംബർ 14 സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. എഴുത്തുകാരനും പ്രഭാഷകനും രാഷ്ട്രീയ ചിന്തകനുമായിരുന്നു അദ്ദേഹം. കുട്ടികളോട് സംവദിക്കാനും അവരുമായി ഇടപഴകുവാനും സമയം കണ്ടെത്തിയിരുന്ന അദ്ദേഹം കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്നു. കുട്ടികൾ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിച്ചു. കുട്ടികൾക്ക് കൂടുതൽ സ്നേഹം നൽകേണ്ടതിൻ്റെയും കരുതലും അടുപ്പവും പകരേണ്ടതിൻ്റെയും പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ് ഈ സുദിനം. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക. നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുക എന്ന് പറയുന്നത് നെഹ്റുവാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശക്തമായി വാദിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് നെഹ്റു. സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള കുട്ടികളുടെ അവകാശത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ശിശുദിനവും കടന്നു പോകുന്നത്. എങ്കിലും ഇന്നും ഒത്തിരിയേറെ കുട്ടികൾ ചൂഷണത്തിന് വിധേയരാക്കപ്പെടുന്നു. എവിടെയും ഒരു അരക്ഷിതാവസ്ഥ നിറഞ്ഞു നിൽക്കുന്ന കാലം. ഈ കാലഘട്ടത്തെ അതിജീവിക്കുവാൻ കുട്ടികൾക്ക് അറിവ് പകരുന്നതോടൊപ്പം ധാർമ്മിക മൂല്യങ്ങളും നമുക്കവർക്ക് പകർന്നേകാം. എൻ്റെ എല്ലാ കുട്ടികൾക്കും ശിശുദിനത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ശിശുദിന സ്റ്റാമ്പ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളിൽ നിന്നും വരച്ച ചിത്രങ്ങളിൽ നിന്നും ഏറ്റവും മികച്ച ചിത്രമാണ് സ്റ്റാമ്പിനായി തിരഞ്ഞെടുത്തത്. കോട്ടപ്പുറം സെന്റ് ആന്റണി സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിയായ CJ അഖിലിന്റെ ചിത്രമാണ് സ്റ്റാമ്പിനായി തിരഞ്ഞെടുത്തത്. കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന 3 വ്യക്തികളെയാണ് സ്റ്റാമ്പിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കൊറോണ വൈറസിനെ വലുതായി പിന്നിൽ ചിത്രീകരിച്ചിരിക്കുന്നു. അതിനു മുന്നിലായി പരിസരം വൃത്തിയാക്കുന്ന ബ്രഷ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു യുവാവിനെയും കൈ കഴുകുന്ന ഒരു ബാലനെയും ഒപ്പം നിൽക്കുന്ന ഒരു സ്ത്രീയെയും കാണാം. 3 പേരും മാസ്ക് ധരിച്ചിട്ടുണ്ട്. ഇനി 3 പേരെയും ചുറ്റി ഒരു വലിയ മാസ്കും ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. സോപ്പ് ഉപയോഗിച്ചുള്ള കൈ കഴുകലും സാനിറ്റൈസറിന്റെ ഉപയോഗവും മാസ്ക് ധരിക്കലും പരിസര ശുചീകരണവും സാമൂഹിക അകലവുമാണ് കൊറോണ വൈറസിനെ തുരത്തുവാനുള്ള പ്രധാനപ്പെട്ട മാർഗമെന്ന് ഈ ചിത്രം വിളിച്ചോതുന്നു. ചിത്രം വരച്ച അഖിലിന് സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ ചുള്ളിക്കലിലെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെയും സ്റ്റാഫിന്റെയും PTA പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇനിയൊരു ഇടവേള. ഹായ്, ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് അടിപൊളി ചെമ്പരത്തി ജ്യൂസ് ആണ്. അതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 5 ചെമ്പരത്തി പൂവ്, 1 കപ്പ് വെള്ളം, 1 നാരങ്ങയുടെ പകുതി, ആവശ്യത്തിന് പഞ്ചസാര. ഇനി ചെയ്യുന്ന വിധം നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ ചെമ്പരത്തിയുടെ ഇതളുകളാക്കി വെള്ളത്തിലേക്കിട്ട് കഴുകാം. ഇടണം.
നന്നായി കഴുകിയെടുക്കാം. അടുത്തതായി നമ്മൾ എടുത്ത ഈ വെള്ളം അടുപ്പിലേക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് ചൂടാക്കാം. നല്ലപോലെ തിളക്കുന്നത് വരെ. വെള്ളം നല്ലതായിട്ട് തിളച്ചു വരുന്നുണ്ട്. നമുക്ക് ഈ വെള്ളം ബൗളിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ തിളച്ച വെള്ളമാണ്. ഇതിലേക്ക് നമുക്ക് ചെമ്പരത്തിയുടെ ഇതളുകൾ ഇടാം. നല്ലോണം ഇളക്കാം. പത്ത് മിനിറ്റ് മൂടി വയ്ക്കാം. മിനിറ്റായി കഴിഞ്ഞു. ഇനി ഈ ചെമ്പരത്തിയുടെ പൂവ് നമുക്ക് മാറ്റാം. ഇനി നാരങ്ങ ആവശ്യത്തിന്. പഞ്ചസാര ആവശ്യത്തിന്. നന്നായി ഇളക്കുക. ഇപ്പോൾ ജ്യൂസ് റെഡിയായി. നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ അടിപൊളി ചെമ്പരത്തി ജ്യൂസ് റെഡിയായിരിക്കുന്നു. വാർത്തകൾ തുടരുന്നു. കൂടുതൽ ശിശുദിന വാർത്തകളിൽ ചുരുക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രച്ഛന്നവേശം നടത്തി. ഗാന്ധിജിയായും നെഹ്റുവായും ടിപ്പു സുൽത്താനുമായും ഝാൻസി റാണിയുമായും വന്ന അവരുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഞാൻ ജാക്സൺ അല്ലാടാ, ന്യൂട്ടൺ അല്ലാടാ, ജോക്കർ അല്ലാടാ, മൂൺ വാക്കുമില്ലാടാ, സ്റ്റാറും അല്ലാടാ, ഒന്നും അല്ലാടാ. Mama,
Good morning to all. First of all, I wish you Happy Children's Day. Children's Day is celebrated on 14th November every year in India. It is the birth anniversary of Pandit Jawaharlal Nehru, and he was the first Prime Minister of India. He loves children very much, and children lovingly called him Chacha Nehru. He was a freedom fighter. So, once again, I am wishing you Happy Children's Day. Thank you. Have a nice day. I am Naguru. I love children. I love India. Dear teachers and friends, wish you all Happy Children's Day. നമുക്ക് കൊച്ചു ഫൈഹാന്റെ ദേശസ്നേഹം ഒന്ന് കാണാം. Hi friends, my name is Muhammad Faihan. I am studying UKG. Today I would like to talk about my country, India. My country, India. National Father Gandhiji. National fruit, mango. National bird, national flower, lotus. National bird, peacock. National animal, tiger. I love my country. Jai Hind. Respected teachers, parents and my dear friends. Today, 2nd October, we celebrate Gandhi Jayanti. So, I would like to talk about Mahatma Gandhi. Mahatma Gandhi was a great leader of India. He was born on 2nd October 1869 at Porbandar, Gujarat. His full name was Mohandas Karamchand Gandhi. His father name was Karamchand Gandhi. His mother name was Putlibai. We Indians call him Bapuji. He believed in Ahimsa. He brought freedom to India. Hence, him National Father of Nation. Edward Short died on 30th January 1948 by Nathural Godse. Followed simple living and high thinking. We love you, Bapuji. Jai Hind, Jai Bharat. Thank you. താൻ ഭാവിയിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന മേഖലയെക്കുറിച്ച് ചില കുട്ടികൾ സംസാരിക്കും. Morning teachers
And my dear friends, I wish happy Children's Day. Nehruji Day. My future dream doctor. Thank you all. ആകാശം ഇപ്പോൾ എനിക്കൊരു അത്ഭുതമാണ്. എനിക്കൊരു ബഹിരാകാശ ശാസ്ത്രജ്ഞനാകാനാണ് ആഗ്രഹം. നമസ്കാരം, ഞാൻ ഏഞ്ചൽ KA. സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ ചുള്ളിക്കലിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. എനിക്ക് ISROയിലെ സയൻറ്റിസ്റ്റ് ആവാനാണ് ആഗ്രഹം. ആ ആഗ്രഹം ഉണ്ടായതിന് കാരണം സുനിത വില്യംസ് ചന്ദ്രനിലിറങ്ങിയ വീഡിയോ കണ്ടതിന് ശേഷമാണ്. ആ വീഡിയോയിൽ പല രസകരമായ കാഴ്ചകളും ഞാൻ കണ്ടു. ചന്ദ്രനിൽ പല രസകരമായ കാഴ്ചകളും ഉണ്ടെന്ന് ആ വീഡിയോയിലൂടെ ഞാൻ അറിഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ISROയിലെ സയൻറ്റിസ്റ്റ് ആവണമെന്ന് തോന്നിയത്. ഈ ശിശുദിനത്തിൽ എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എൻ്റെ ശിശുദിനാശംസകൾ. നമസ്കാരം, എൻ്റെ പേര് മരിയ സിജിമോൾ. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ ഭാവിയിൽ ഞാൻ ഡോക്ടർ ആവാനാണ് ആഗ്രഹിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങളെ ശുശ്രൂഷിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. ഇതോടെ ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം